ഫ്രണ്ട്സേ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാജക്കാട് പോവാണേ. രാജക്കാട് പോകാം. അങ്ങനെ ഞങ്ങളൊരു ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ ബസ് സ്റ്റോപ്പ് കണ്ടോ, കാട് പിടിച്ച് കിടക്കുകയാണ്. അതൊരു ബിൽഡിംഗ് ആയിരുന്നു. പഴയ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ പഴയ മില്ലായിരുന്നു കേട്ടോ. പൊടിപ്പിക്കുന്ന ഗോതമ്പും അരിയൊക്കെ പൊടിപ്പിക്കുന്ന മില്ലായിരുന്നു. അത് കഴിഞ്ഞ ഒരു 2 വർഷത്തോളം ഇത് ഇടിഞ്ഞു പോയി മൊത്തം. 2-3 വർഷം. നേരത്തെ എന്തോ മില്ല് കഴിഞ്ഞ് വേറെ എന്തോ ഉണ്ടായിരുന്നു. മില്ലിന്റെ ഇതാണ് കാണുന്നത്. ചെറിയ ടൊമാറ്റോ ഉള്ളിൽ നിൽക്കുന്നത്. ചെറിയ ടൊമാറ്റോ ചെറിയ തക്കാളി. ചെറിയ ടൊമാറ്റോ എന്നാണ് അതിന് പറയുന്നത്. കാണിച്ചു കൊടുത്താൽ ഏതാ കാണിച്ചോ. അതെ, ചെറിയ ടൊമാറ്റോ. ഇവിടെ പാമ്പൊക്കെ കാണും കേട്ടോ. ഇവിടെ അതുപോലെ കാട് പിടിച്ച് കിടക്കുക. ചെറിയ തക്കാളി അങ്ങോട്ടൊക്കെ. ചെറിയ ടൊമാറ്റോക്കൊക്കെ ഭയങ്കര വിലയാണ് എറണാകുളത്തൊക്കെ. പിന്നെ ടേസ്റ്റ് ആണോ അല്ലേ? ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പുളിപ്പ്, ഭയങ്കര പുളിപ്പ്. ചില ചൈനീസ് ഫുഡിനൊക്കെ ഇടുന്നാന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. മണിക്കാണ് ബസ്. അപ്പോൾ ഞാനും വാവങ്ങടെ ബസ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ എഴുതുന്ന കൈ വെച്ച് ഇടതൈ വെച്ചാണ് എഴുതുന്നത്. കൈ വെച്ചാൽ അതിങ്ങനെ സ്ക്രീനിൽ നോക്കുമ്പോൾ അല്ല, വീഡിയോ എടുക്കുമ്പോൾ കാണുന്നതാണ് കേട്ടോ. ഞങ്ങൾ വലതൈ വെച്ച് തന്നെയാണ് എഴുതിയത്. പക്ഷെ സ്ക്രീനിൽ നോക്കുമ്പോൾ കാണുന്നതാണ്ടോ. അതെ, വെച്ചിട്ടല്ലേ എഴുതുന്നത്. അവരോരോ സ്ഥലത്ത് ഫോക്കസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് മാറ്റം ഉണ്ടാവും. ചിലപ്പോൾ കഴിക്കുന്നത് ചിലപ്പോൾ തോന്നാൻ ഇടത് കൈയാണോ വലത് കൈ, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഡൗട്ട് തോന്നും. വീഡിയോ എടുക്കുമ്പോൾ വീഡിയോ നമുക്കും തോന്നുന്നു ഡൗട്ടാണ്. പക്ഷെ അത് ഞങ്ങൾ ചെയ്തത് വലതൈ വെച്ച് തന്നെയാണ് എഴുതി. കൈ കൊണ്ട് തന്നെയാണ്. ഈ കൈ ഇത് ഇടത് കൈയും ഇത് വലത് കൈയാണ്. അത് നോക്കിയറിയാം. ഈ കൈ ഇതുണ്ടാ, ചെയിൻ ഇട്ടിട്ടുണ്ട്, 2 മോതിരിട്ടിട്ടുണ്ട്. ഇവിടെ ഒന്നും ഇട്ടിട്ടുണ്ടായില്ല. അപ്പൊ ഇപ്പോഴാണ് വാച്ച് ചെയ്തത്. ഈ കൈ കൊണ്ടാണ് എഴുതിയത്. വാവ അത് തന്നെ വാവയുടെ വലത് കൈ കൊണ്ടാണ് എഴുതിയത്. വാവയ്ക്ക് ഇടത് കൈ കൊണ്ട് വെച്ച് എഴുതാനൊക്കെ അറിയാം. പക്ഷെ അപ്പൊ എഴുതിയത് വലത് കൈ കൊണ്ടാണ്. ഞാൻ പണ്ടല്ല ഇടതൈ വെച്ച് എഴുതിക്കുന്നത്, എല്ലാം ചെയ്യുന്ന ഇടതൈ ആയിരുന്നു. പിന്നെ അമ്മ അടിച്ചടിച്ച്, പക്ഷെ അടിക്കേണ്ട കാര്യമില്ല. അത് അന്ന് അവർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ്. അന്ന് ഞാൻ എഴുതിയായിരുന്നെങ്കിൽ എന്തായാലും ഒന്നും ആവത്തില്ല. വലതൈ വെച്ച് എഴുതുമ്പോൾ വലതൈ വെച്ച് എഴുതും, ഇടതൈ ആണെങ്കിൽ ഇടതൈ വെച്ച് എഴുതും. അതിന് പ്രത്യേകം ഒന്നുമില്ല. ചേട്ടനെ തട്ടണം. ചായ കുടിക്കാൻ കയറിക്കാം. യെസ്, പാലക്കിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ബസ് ഇതാണേ, ബസ്സിനാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെ 4 മണിയിലെ പാലക്കിലും വന്ന് അതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. പിന്നെ ദേ കുഞ്ഞുമാവയുടെ ഫോട്ടോ ഉണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. ഞാനും ലിതിമോളും കുറേ നേരം ആ കുഞ്ഞാവയുടെ ഫോട്ടോ നോക്കിയിരുന്നു. നല്ല ഭംഗിയാണെന്ന് പറഞ്ഞ് അതിൻ്റെ ചിരിയൊക്കെ കണ്ടിട്ട് കൊഞ്ചിക്കാൻ തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ രാജക്കാട് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റനിലേക്കാണ് പോകുന്നത് കേട്ടോ. യെസ് യെസ്, കണ്ടില്ല. ഓക്കെ, ഡോക്ടർ ആഷ, ഞാൻ ഡോക്ടർ ജിനോ. ഞങ്ങള് ഓർത്തോ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണ്. ഓക്കെ, അതെ അതെ, കുറെ നാളായി വന്നിട്ടല്ലേ. വെരി ഗുഡ്. നീ കറക്റ്റ് ആയിട്ടൊക്കെ വരിക കേട്ടോ. മന്ത്ലി വൺസ് വന്നാലാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്. കഴിഞ്ഞ വർഷം അല്ലല്ല 3 മാസമായി. ആഹാ, ഡിലേ 1 മാസം വരായിരുന്നു, 2 മാസം ഡിലേ ആണ്. മനസ്സിലായോ? യെസ് യെസ്. മൊത്തമല്ലോ ടിക്കറ്റ് കേട്ടോ. മോനെ ശരിക്കും കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മിനി ഇംപ്ലാന്റ് നന്നായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ മോളെ കാണുന്നില്ല കേട്ടോ. ദാറ്റ്സ് ഗുഡ്. യാ, മോളെ മൊത്തം ലിഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ മിനി ഇംപ്ലാന്റ് വേണമെങ്കിൽ ഒന്ന് ക്ലോസപ്പ് കാണിച്ചോളൂ.
ഇത് നോൺ സർജിക്കൽ ഗമ്മി സ്മൈൽ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മിനി ഇംപ്ലാന്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ്. കണ്ടോ, ദിസ് ഈസ് ദ മിനി ഇംപ്ലാന്റ്. മിനി ഇംപ്ലാന്റിൽ നിന്ന് മെയിൻ വയറിലേക്ക് ഒരു സ്റ്റേ വയർ പോലെ കൊടുക്കും, നമ്മളൊരു ഇലാസ്റ്റിക് കൊടുക്കും. മനസ്സിലായോ? ഇതാണ്, അങ്ങനെയാണ് ഇത് ലിഫ്റ്റ് ആവുന്നത്. ഗം ലിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ സർജറി ഇല്ലാതെ തന്നെ നമുക്ക് ഗമ്മി സ്മൈൽ കുറയ്ക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. മനസ്സിലായോ? ഇതൊക്കെ ആകെ ദ്രവിച്ചു പോയി കേട്ടോ. കുറേ ഏതെടുത്തിട്ട് അത് അറിയില്ല. അതാണ് ഇതൊക്കെ 2.5 വർഷം കണ്ടായിരുന്നു. വല്ലപ്പോഴൊക്കെ വന്ന് മാറണം കേട്ടോ. അന്ന് ആറ് തന്നിട്ടില്ല ഞാൻ ലാസ്റ്റ് ആകുമ്പോൾ. പിന്നെ അടുത്ത മാസം വരുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും മാറാതിരുന്നേ. സിസ്റ്റർ ഇത് മൊത്തം ഒരുക്കാനുണ്ട്. ചിപ്സ് കഴിച്ചാണ്, ഓണത്തിന് ചിപ്സ് കഴിച്ചപ്പോഴാണ് മുത്ത് പൊട്ടിയത്. പേരയ്ക്ക് തിന്നാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇപ്പൊ അവള് പൊട്ടിപ്പോയ മുത്ത് ഒട്ടിക്കാൻ പോവാണ് കേട്ടോ. നമ്മള് പയ്യെ കമ്പി അങ്ങ് പൊക്കി വെച്ചിട്ട് അതിന് പല്ലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. ആദ്യം ശ്രദ്ധിക്കുക. ചീക്ക്, ഇതാണ് ചീക്ക് ട്രാക്ടർ എന്ന് പറയും. ചുണ്ടിൻ്റെയും കവളിൻ്റെയും ഒക്കെ ശല്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുശേഷം അത് ഡ്രൈ ഔട്ട് ചെയ്യും. അതിനുശേഷം നമ്മളിത് പയ്യെ ചെയ്യും. ആ പല്ലിൽ അപ്പോഴത്തേക്കും നമ്മുടെ സിസ്റ്റർ അവിടെ മുത്തൊക്കെ ഒരുക്കി ക്ലീൻ ചെയ്ത് സെറ്റപ്പാക്കി കൊണ്ടുവരും. അതിൻ്റെ അകത്തുള്ള വേസ്റ്റൊക്കെ കളഞ്ഞ് കൊണ്ടുത്തരും. ടിഷ്യൂ എടുത്ത് ഇഷ്ടം നമ്മൾ ബോണ്ട് ചെയ്യണം. മുത്തയിൽ പല്ലേലും ബോണ്ടിങ് അപ്ലൈ ചെയ്ത് ബ്രാക്കറ്റ് അവിടെ ഒട്ടിക്കാനുള്ള പ്രാരംഭ പരിപാടികളാണ് ചെയ്തു വരുന്നത്. ഈ ലൈറ്റ് അടിക്കുമ്പോഴാണ് അതിൻ്റെ ബോണ്ടിങ് നടക്കുന്നത്. മനസ്സിലായോ? കണ്ടോ? ബോണ്ടിങ് അടിച്ചോ, ലൈറ്റ് അടിച്ചോളൂ. മാറ്റി പിടിച്ചോ.
ഒട്ടിച്ചു കഴിഞ്ഞു. നമുക്ക് മോഡ്യൂൾ ഇടണം. റബ്ബർ മോഡ്യൂൾ ഇടണം. ഇതാണ് റബ്ബർ മോഡ്യൂളാണ് ഇതിൻ്റെ അകത്ത് പവർ സപ്ലൈ ചെയ്യണത്. ഈ കമ്പിയുടെ പവർ മൊത്തം ഈ മുത്തിലേക്ക് ആവാഹിപ്പിച്ചെടുക്കാനായിട്ട് സഹായിക്കുന്നത് ഈ മോഡ്യൂളാണ്. ഇത്തിരി പോകുന്ന റബ്ബർ മോഡ്യൂളാണ്. കണ്ടോ, ഇവരാണ് ആ പരിപാടികളെല്ലാം ചെയ്യുന്നത്. ഇനി നമ്മൾ മിനി ഇംപ്ലാന്റിലേക്ക് ആക്ഷൻ കൊടുക്കാൻ പോവാണ്. നമ്മുടെ മെയിൻ ഹീറോ അവിടെ ഫുഡ് കയറിയിരുന്ന് ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി മിനി ഇംപ്ലാന്റ് ആക്ഷൻ നമുക്ക് കാണാം. മിനി ഇംപ്ലാന്റ് ആക്ഷൻ വേണ്ടി ഇതുപോലത്തെ ചെയിനാണ് യൂസ് ചെയ്യുന്നത്, പവർ ചെയിൻ. ഒരു 4 ലിങ്ക്സ് കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ജസ്റ്റ് മെയിൻ വയറിലേക്ക് ലോക്ക് ചെയ്യും. അതിനുശേഷം നമ്മൾ മിനി ഇംപ്ലാന്റിലേക്ക് ആക്ഷൻ കൊടുക്കും. വേണ്ടി അത് ഊരി വരണം കേട്ടോ. ഓക്കെ, സോ ടാറ്റ ബൈ ബൈ. എവിടാന്ന് സ്വർണം വാങ്ങാൻ പക്ഷെ അടച്ചിട്ടേക്കുന്നുണ്ട്, വാങ്ങാൻ പറ്റില്ല. നമുക്ക് പോകാം. അതെ, അപ്പൊ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ പോയി എന്തെങ്കിലും ഹോട്ടലിൽ പോയി എന്തെങ്കിലും വാങ്ങിയിട്ട് പോകാം. അങ്ങനെ ലിതിമോള് ആപ്പിൾ മേടിക്കാൻ പോയേ. പറഞ്ഞു. ഹായ് ഫ്രണ്ട്സേ, അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നു. ഞങ്ങൾ രാജക്കാട് പോയി. അവിടെ പല്ല് കമ്പിയിട്ടേക്കണത് മുറുക്കി. വേദനയുണ്ട് കേട്ടോ, അതാണ് മിണ്ടാതിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ വാങ്ങി അമ്മയ്ക്ക് കഴിക്കാനായിട്ട് ബേക്കറി കയറി. പക്ഷേ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ബാക്കിയൊന്നും ഞങ്ങൾക്ക് ചാർജ് കുറവായിരുന്നു. അതുകൊണ്ട് ബാക്കിയുള്ളത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നു. ഞങ്ങൾ മേടിച്ചുകൊണ്ട് പപ്സൊക്കെയാണ് വാങ്ങിക്കൊണ്ട് വന്നത്. അതൊക്കെ ഞങ്ങൾ കഴിച്ചു കേട്ടോ. കഴിച്ചിട്ട് ഞങ്ങളിതേ കിടന്നുറങ്ങാൻ വേണ്ടി തുടങ്ങുന്നു. വാവയ്ക്ക് നല്ല വേദനയുള്ളത് കൊണ്ടാണ് സംസാരിക്കാത്തത്. അതെ, അതായത് പറഞ്ഞു, എന്തേലും പറ. വേറെ ഒന്നുമില്ല. നല്ല വേദനയില്ല, എന്നത്തെക്കാളും ഇച്ചിരി വേദന കുറവുണ്ട് കേട്ടോ. പിന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ ഞാൻ ഇച്ചിരി നേരം കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ട് എനിക്കൊരു ക്ഷീണമുണ്ട് കേട്ടോ. മുഖമൊക്കെ അങ്ങ് ഡള്ളായിരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ വന്നിട്ട് എന്നും വൈകുന്നേരം എക്സസൈസ് ഒക്കെ ചെയ്യുന്നതായിരുന്നു. പക്ഷെ ഇന്ന് അവിടെ പോയതുകൊണ്ട് ചെയ്തില്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് നേരം ഞങ്ങളിവിടെ പാട്ടൊക്കെ ഇട്ട് കുറച്ച് നേരം തുള്ളി. കുറച്ച് നേരം. അതെ, ആ ഒരു എന്നാലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നടുവേദന ഉണ്ട്. എന്നാലും കുറച്ചു നേരം ചെയ്തപ്പോ ഒരു ചെറിയൊരു വെറുതെ ഇരിക്കുമ്പോ നടക്കാൻ പോവാ. വെറുതെ ഇരിക്കുന്നത് കൊണ്ട് ശരീരത്തിനൊരു ബുദ്ധിമുട്ടുണ്ട് ചെയ്തിട്ടേ. പിന്നെ ടെൻഷനൊക്കെ നമ്മൾ ഡാൻസ് കളിക്കുമ്പോൾ ഒരു മെയിൻ നടക്കുമ്പോഴും ചിലൊരു നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും ചില സമയങ്ങളിൽ. പക്ഷെ ഉണ്ടല്ലോ, പാട്ട് ഇട്ടിട്ട് കുറച്ചു നേരം ഇങ്ങനെ ഇരുന്ന് തുള്ളുമ്പോ ഉണ്ടല്ലോ, നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. എനിക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ വന്ന് ഞാൻ പാട്ടിട്ട് വന്നിട്ട് കടന്നങ്ങ് ചാടും. അപ്പൊ പ്രത്യേക ഒരു മനസ്സിനൊരു ആശ്വാസം. അപ്പൊ നമ്മൾ ആ ടെൻഷനൊക്കെ കുറെ നേരത്തേക്ക് അങ്ങ് മാറ്റും. അതാണ് ഞാൻ അങ്ങനെയാണോ ചെയ്യില്ല. ഇതിമൊക്കെ ടെൻഷൻ വരുമ്പോ എന്തായാലും എനിക്ക് ടെൻഷൻ വരുമ്പോൾ ഞാൻ കൂടുതൽ പാട്ട് കേൾക്കും. പിന്നെ നല്ല സന്തോഷമാണെങ്കിൽ പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് ഒക്കെ കളിക്കും കേട്ടോ. അത് ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ഹസ്ബൻഡിന്റെ പേരെന്താ? ഹസ്ബൻഡിന്റെ പേര് നിജേഷ് എന്നാണ്. പിന്നെ ഒരു പഞ്ചായത്തിലാണ് വർക്ക് ചെയ്യുന്നത്. സ്ഥിരമല്ല, ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുക. അങ്ങനെ പേര് നിജേഷ് എന്നാണ്. ഏലിക്കുട്ടിയമ്മ അവിടെ ഉണ്ട് കേട്ടോ. അമ്മ വെള്ളം പിടിക്കുക, പൈപ്പിൽ വെള്ളം വന്നേക്കുന്നുണ്ട്, അത് പിടിക്കുക. അപ്പം ഞങ്ങളിനി ഫുഡൊക്കെ കഴിച്ചു. ലൈറ്റായിട്ടുള്ള കാരണം വൈകുന്നേരം ചോറ് കഴിക്കൽ വളരെ കുറവാണ്.
അപ്പം കഴിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കിടക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പോൾ ഇനി വേറെ ഒന്നും പറയാനില്ലാതെ വേറെ ഒന്നുമില്ല. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തണം. മതിയില്ലേ? ഓക്കെ ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ നമുക്ക് കാണാം കേട്ടോ.